ലൈഫ് ഇൻ ജിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് പ്ലസിൻ്റെ ഹെൽത്ത് ഹബ് എന്ന സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. മഴക്കാലമൊക്കെ അല്ലേ, ആരോഗ്യമൊക്കെ കൃത്യമായി സംരക്ഷിക്കേണ്ട ഒരു സമയമാണ്. ആയുർവേദത്തിൽ മഴക്കാലത്ത് ആരോഗ്യം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നതും അങ്ങനെ ഒരു സ്ഥലത്താണ്, കാക്കനാടുള്ള നേരിയം ആയുർവേദിക് ആൻഡ് വെൽനസ് ക്ലിനിക്കിൽ. കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് ചെന്നിട്ട് നോക്കാം. ആയുർവേദം തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായി. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ വേറെ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്ത് മൊത്തത്തിൽ എനിക്കിപ്പം 2011 to 2026 ഒരു 13-14 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതിന് ശേഷമാണ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. കോവിഡ് കഴിഞ്ഞപ്പം ഇവിടെ എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ കൊച്ചിയിൽ വരുമ്പോൾ ചോദിക്കും എവിടെയാണ് ആയുർവേദം എടുക്കാൻ നല്ലതെന്ന്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കുറവാണെന്ന് തോന്നിയുകൊണ്ടാണ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. എസ്പെഷ്യലി കോവിഡ് വന്നപ്പോൾ അത് വെൽനെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയല്ലോ. പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ അസുഖം വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കി. അപ്പോൾ ദർ ഇസ് എന്താ പറയുക, അതിനുള്ളൊരു ഫെസിലിറ്റീസ് കുറവാണ് ആൾക്കാർക്കെന്ന് തോന്നിയത് കൊണ്ടാണ്. ആൻഡ് ആയുർവേദത്തിൽ നമ്മൾ ശരിക്കും പകുതിയോളം ആരോഗ്യം നിലനിർത്താനുള്ള കാര്യങ്ങളാണ്. ബാക്കി പകുതിയാണ് അസുഖം വന്നിട്ട് എന്ത് ചെയ്ത് നമുക്കത് അസുഖം മാറ്റാം എന്നുള്ളത്. അതിന് ദിനചര്യ, ഋതുചര്യ എന്നൊക്കെ പറഞ്ഞിട്ട് സെഗ്മെൻറ്റ്സ് ഉണ്ട്. ലൈക്ക് ഓരോ ദിവസം എന്ത് ചെയ്യണം ടു മെയിൻറ്റെയിൻ യുവർ ഹെൽത്ത്, എത്ര എക്സസൈസ് ചെയ്യണം, എത്ര ഉറങ്ങണം, എപ്പോൾ ആഹാരം കഴിക്കണം, അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ മെയിൻറ്റെയിൻ യുവർ ഹെൽത്ത്. നമ്മളൊരു ഓജസ്സാണല്ലോ നമ്മൾ വൈറ്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓജസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ പൊതുവേ അസുഖം വന്നവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സ്ഥലങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 14 ഡേയ്സോ 21 ഡേയ്സോ നമുക്ക് പെട്ടെന്ന് വർക്കിൽ നിന്ന് കട്ട് ഔട്ട് ചെയ്തിട്ട് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളുടെ വർക്കിൻ്റെ കൂടെ എങ്ങനെ ആയുർവേദം ഇൻകോർപ്പറേറ്റ് ചെയ്ത് തെറപ്പി എടുക്കാം, മെഡിസിൻ എടുക്കാം ടു മെയിൻറ്റെയിൻ യുവർ ഹെൽത്ത്. ലൈക്ക് അതാണ് ഇപ്പം നേരത്തെ ചോദിച്ച പോലെ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ നമ്മൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 7 ദിവസമോ 14 ദിവസമോ വർക്കിൻ്റെ കൂടെ തന്നെയാണ് മിക്കവാറും ആൾക്കാർ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, പറ്റുന്നിടത്തോളം റെസ്റ്റ് എടുക്കുന്ന രീതിയിൽ. അപ്പോൾ അത് ഇപ്പം നമ്മളൊരു പുതിയ കാറ് വാങ്ങിയാൽ പോലും ഇയർലി സർവീസ് ഇല്ലേ, എവറി 10,000 കിലോമീറ്റേഴ്സ് യു സർവീസ് ഇറ്റ്. അതേപോലെ നമ്മളെ ബോഡി റെഗുലർലി ഫങ്ഷൻ ചെയ്യുന്നൊരു മെഷീനാണ്. അപ്പോൾ അതിൻ്റെ വെയർ ആൻഡ് ടെയർ നമ്മൾ ഇയർലി ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കർക്കിടക ചികിത്സ. അരളീൻ്റെ ബൊട്ടാനിക്കൽ നെയിമാണ്. അരളി ഒരുപാട് ആയുർവേദ മരുന്നിൽ യൂസ് ചെയ്യുന്ന പ്ലാന്റാണ്, മെഡിസിനൽ പ്ലാന്റാണ്. ആൻഡ് ഇറ്റ് വാസ് മൈ കമ്പൈലേഷൻ. കോളേജിൽ ഒരു എവ്രി വൺ ഇസ് ഗിവൺ 1 പ്ലാന്റ് ടു ഹാവ് എ കമ്പൈലേഷൻ. അപ്പോൾ എനിക്ക് കിട്ടിയത് അരളിയായിരുന്നു. സോ അങ്ങനെയാണ് നീരിയം എന്നുള്ള പേര് വന്നത്. പൊതുവേ നമുക്കിവിടെ വരുന്ന പേഷ്യൻസിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്കും നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ, ലോ ബാക്ക് പെയിൻ, ഉറക്കക്കുറവ്, സ്ട്രെസ്സ്, പിന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ഇതാണ് നമ്മൾ പ്രൈമറിലി ആൾക്കാർ വരുന്ന ഇഷ്യൂസ്. സ്ട്രെസ് എന്ന് പറയുന്ന ഒരു മെൻറ്റൽ ആസ്പെക്റ്റും കൂടിയുണ്ട്. രണ്ടിനും കൂടിയുള്ള ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു കണ്ടീഷൻ, ഇൻഫ്ലമേറ്ററി കണ്ടീഷനിലാണെങ്കിൽ പൊതുവെ പൊടിക്കിഴി, എണ്ണ ഇടാതെ പൊടിക്കിഴി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
പൊടിക്കിഴി ചെയ്ത് നീർക്കെട്ടൊക്കെ കുറഞ്ഞ് ബോഡി പെയിൻസ് ഒക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അഭ്യംഗം എന്ന് പറയും. അഭ്യംഗം എന്ന് വെച്ചാൽ ഉഴിച്ചിൽ, അഭ്യംഗ സ്വേദം കൊടുക്കും. അഭ്യംഗമൊക്കെ കഴിഞ്ഞ് ബോഡി കുറേയും കൂടി ശരീരത്തിലെ രക്തോട്ടവും നീരൊഴുക്കും മസിലിൻ്റെ നീർക്കെട്ടൊക്കെ മാറിക്കഴിയുമ്പോൾ ഇലക്കിഴി, നാരങ്ങക്കിഴി, ഞവരക്കിഴികളിലൊക്കെ ചെയ്യും. ഒത്തിരി മെൻ്റലി സ്ട്രെസ്ഡ് ഒക്കെ ഉള്ള കണ്ടീഷനാണ്, അല്ലെങ്കിൽ കണ്ണിനുള്ള ബുദ്ധിമുട്ടുകളാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ശിരോധാര, നസ്യം, അങ്ങനത്തെ കണ്ടീഷനൊക്കെ ചെയ്യും. പിന്നെ റിക്കറൻറ്റ് ഹെഡേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് മാറ്റി ചെയ്യും. പണ്ട് പ്രായമുള്ളവർക്കായിരുന്നു മുട്ടുവേദനയും നടുവേദനയും ഷോൾഡർ പെയിനും. ഇപ്പോൾ എനിക്ക് ഇവിടെ വരുന്നത് ഏർലി 20s ടു മിഡ് 50s ആണ് മോസ്റ്റ് ഓഫ് മൈ പേഷ്യൻസ്. വർക്കിംഗ് പോപ്പുലേഷൻ, ഒത്തിരി നേരം നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ കൂടിയതിന് ശേഷം നടുവേദനയും കഴുത്തുവേദനയും, എസ്പെഷ്യലി മൊബൈൽ ഒത്തിരി നേരം നോക്കുന്നവർക്ക് ഷോൾഡർ പെയിന്, പിന്നെ കമ്പ്യൂട്ടറിൽ ഒത്തിരി നേരം മൗസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് റൈറ്റ് ഹാൻഡ് പെയിനായിട്ട് ഒത്തിരി പേര് വരാറുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അങ്ങനെ അത്രയും എക്സ്പെൻസീവ് വന്നത്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് മാത്രം എടുക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റ് മാത്രം ചാർജസ് അല്ലേ വരുള്ളൂ. മറ്റേത് നമ്മൾ സ്റ്റേ ചെയ്ത് ചെയ്യുമ്പോൾ ഫുഡ്, അക്കോമഡേഷൻ പ്ലസ് യുവർ ട്രീറ്റ്മെൻറ്റ്, ദ എൻറ്റയർ തിങ് ഇസ് എ മോർ എക്സ്പെൻസീവ് പാക്കേജ്. പിന്നെ അതുകൂടാതെ നമ്മൾ കുറേയും കൂടി ആയുർവേദ റിസോർട്ട്സ് നമ്മൾ ഫോറിൻ ക്ലയൻസിന്, അതായത് അറബ്സിനെയോ അല്ലെങ്കിൽ യൂറോപ്യൻ പേഷ്യൻസിനെ ഉദ്ദേശിച്ച് തുടങ്ങുന്നത് കുറച്ചുകൂടി വലിയാണ്, സ്ലൈറ്റ്ലി ഹയർ സൈഡ്. ട്രീറ്റ്മെൻറ്റിനേക്കാളും മുമ്പ് ആദ്യം ഞാൻ പറഞ്ഞില്ല, വെൽനസ്സിൽ ഇറ്റ്സ് അബൌട്ട് മെയിൻറ്റെയിനിങ് യുവർ ഹെൽത്ത്. അപ്പോൾ ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഫുഡ് കഴിക്കുക എന്നാണ്. അപ്പോൾ മിക്കവാറും ആൾക്കാർ ഫുഡ് കഴിക്കാറില്ല, ഏതെങ്കിലും ഒരു മീലെങ്കിലും സ്കിപ്പ് ചെയ്യും. അപ്പോൾ 3 നേരം ഫുഡ് കഴിക്കണം. നന്നായിട്ട് ഫുഡ് കഴിച്ചാലേ ജോലി ചെയ്യാനുള്ള എനർജി ഉണ്ടാവുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ സ്ലീപ്പ് കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഡെഫിനറ്റ്ലി വെൻ യു എനർജി, നമ്മൾ ഫുഡ് കഴിച്ച് റെസ്റ്റഡ് ആയി കഴിയുമ്പോൾ യു ഹാവ് ദി എനർജി ടു എക്സസൈസ്, യോഗ, ഡാൻസ്, വാട്ട് എവർ ഇസ് യുവർ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി, അതെന്തെങ്കിലും ഒന്ന് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ബോഡി വീക്ക് ആവാൻ തുടങ്ങും. ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു എഫക്റ്റ് യുവർ മൈൻഡ് ഓൾസോ. ഈ എക്സസൈസ് ചെയ്യുന്നത് ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല, അത് മെൻ്റലിയും കൂടി ഭയങ്കര കാമിങ് ആണ്. ജനറലി വി സ്റ്റാർട്ട് ബൈ 8 to 5. പക്ഷേ നമ്മൾ സിൻസ് ഐ മെൻഷൻ ദറ്റ് ഈ ഓഫീസ് ഗോവേഴ്സ് ഞങ്ങൾക്ക് വരാറുള്ളത് 30s ഉള്ളവർ മിക്കവാറും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ സോ ദേ ഐദർ കം ബിഫോർ, അത് രാവിലെ നേരത്തെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ജോലിക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് ഒരു 5-5:30 ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് വി ടേക്ക് by 6. നീര്യം ആയുർവേദ ആൻഡ് വെൽനസിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ഒരു ആരോഗ്യ സ്ഥാപനത്തിൻ്റെ വിശേഷവുമായി ഹെൽത്ത് ഹബിൽ നമുക്ക് വീണ്ടും കാണാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.